കർത്താവിൻ്റെ പുണ്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഡിസംബർ മാസം അവസാനിക്കാൻ പോകുമ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, കർത്താവിൻ്റെ ജനനത്തെ ഓർത്ത് ജനങ്ങൾ ആഘോഷിക്കുന്ന ഒരു സന്ദർഭം. ഡിസംബറിൻ്റെ മറ്റൊരു പ്രത്യേകത 2024 കഴിഞ്ഞ് 2025 പ്രവേശിക്കുന്ന ഒരു പശ്ചാത്തലം. ഈ രണ്ട് പ്രത്യേകത പിന്നെ ഉണ്ട്. ദൈവവചനത്തിൽ യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് എത്രയോ വർഷം മുമ്പ് പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ വചനം വായിക്കുമ്പോൾ കാലസമ്പൂർണ്ണം വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ കീഴിൽ ജനിച്ചവനായി ഭൂമിയിലേക്ക് നിയോഗിച്ചയച്ചു. യെശയ്യാ പ്രവചനത്തിൽ ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് പ്രവചിക്കുന്നു. യെശയ്യാ പ്രവചനത്തിൽ ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തെക്കുറിച്ച് വെളിപ്പെടുത്തുന്നു. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഉൽപ്പത്തിയിൽ കർത്താവ് ഹോവയായ ദൈവം ആദാമിനോട് ഹവ്വയോട് സംസാരിക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞു: സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല ചതയ്ക്കും. ആരാ സ്ത്രീയുടെ സന്തതി? ആ സ്ത്രീയുടെ സന്തതിയെക്കുറിച്ച് പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ കാണുന്നത് മത്തായിയുടെ സുവിശേഷത്തിലും ലൂക്കോസിന്റെ സുവിശേഷത്തിലും ഒക്കെ കന്യഗർഭിണിയായി ഒരു മകനെ പ്രസവിച്ചു. നേരത്തെ ആ കാര്യം പ്രവചനാത്മാവിൽ പഴയ നിയമത്തിൽ കാണാൻ കഴിയും. കന്യഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അത് പുതിയ നിയമത്തിൽ നിറവേറി. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയാനുള്ള അവസരമില്ല. നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശു ജനിക്കുന്ന ആ രാത്രി യേശു ജനിച്ചു. അപ്പോൾ കർത്താവിൻ്റെ ഒരു ദൂതൻ രാത്രി ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്തുനിന്ന് പാർത്തിരുന്ന ഇടയന്മാർക്ക് പ്രത്യക്ഷമായി. കർത്താവിൻ്റെ തേജസ് അവരെ ചുറ്റുമിന്നി. അവർ ഭയപരവശരായി. ദൂതൻ അവരോട് ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവിൻ ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾ കടയാളമോ ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണുമെന്ന് പറഞ്ഞു. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി, അത്യുന്നതങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനമെന്ന് പറഞ്ഞു. ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിൽ പോയി. അപ്പോൾ പിന്നീട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അവരെ യേശുവിനെ കാണുവാനുള്ള താല്പര്യം പ്രകടിപ്പിക്കുന്നു, കടന്നു പോകുന്നു. എന്താ നമുക്ക് എന്ന് ലഭിക്കുന്ന ഒരു സന്ദേശം? ഇവിടെ ദൂതൻ ഇടയന്മാരോട് പറഞ്ഞു, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. സർവ്വജനത്തിനുള്ള ഉണ്ടാകുവാനുള്ള മഹാസന്തോഷമാണ് ക്രിസ്തുവിൻ്റെ ജനനം കൊണ്ട് സാധിച്ചത്. ഇരുട്ടിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അന്ധതമസയിലിരിക്കുന്ന ജനത്തിൻ്റെ മധ്യേ വലിയൊരു വെളിച്ചം പ്രകാശിച്ചു എന്ന് നമ്മൾ വചനത്തിൽ കാണും. യേശുവിൻ്റെ ജനനത്തെ ഇന്ന് അനേകരെ ആഘോഷിക്കുന്ന ഈ കാലത്ത് ഈ ആഘോഷങ്ങൾക്കിടയിൽ ചിലർ സന്തോഷം പങ്കിടുന്നത് അന്നിഷ്ടം പോലെ ഈ ഡിസംബർ 25 അങ്ങനെ ആ ആഴ്ചയിലൊക്കെ ഇഷ്ടം പോലെ മദ്യപിച്ച് ആറാടി അതിലൂടെയാണ് ഓരോരുത്തർ സന്തോഷം കണ്ടത്. ആ ക്രിസ്മസ് എന്ന് പറഞ്ഞ ദിവസം ആരെല്ലാം എങ്ങനെയൊക്കെ അതിനെ അവരുടെ കാഴ്ചപ്പാടിൽ കൈകാര്യം ചെയ്യുന്നു, അതിൽ സന്തോഷിക്കുവാനുള്ള അവസരം ഉണ്ടാക്കുന്നു. അനേകരെ കരോൾ സർവീസ് ചെയ്യുന്നു,
അങ്ങനെ ആ സന്തോഷം പങ്കിടുന്നു. അങ്ങനെ പല കാര്യങ്ങൾ. എന്നാൽ വേദഭാഗത്ത് പറയുന്നത് ക്രിസ്തു ഒരിക്കൽ ഈ ഭൂമിയിൽ ജനിച്ചു. ആ യേശു ഇനിയും നമ്മുടെ ഓരോരുത്തരെയും ഹൃദയത്തിൽ ജനിക്കണം. അപ്പോഴാണ് യഥാർത്ഥമായ ക്രിസ്മസ് അനുഭവിക്കുവാനായിട്ട് കഴിയുന്നത്, യഥാർത്ഥമായ സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നത്. യേശു ഹൃദയത്തിൽ വരാതെ ക്രിസ്തുവിൻ്റെ ജനനം നമ്മുടെ ഹൃദയത്തിൽ പൂർണ്ണമാകില്ല. യേശു എന്തിനു വേണ്ടി ജനിച്ചു? ദൈവത്തിൻ്റെ പദ്ധതി അതെന്തായിരുന്നു എന്ന് അറിയണം. ആ പദ്ധതി അറിഞ്ഞ് അതിനെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുമ്പോഴാണ് ക്രിസ്തുമസ് എന്ന് പറയുന്ന വാക്ക് നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാകുന്നത്. രക്ഷയുടെ സന്തോഷം ആണ് അവിടെ പ്രകടമാകുന്നത്. യേശു ഹൃദയത്തിൽ വരുമ്പോൾ ഒരക്ഷരികമായ സന്തോഷമല്ല, ഒരു ആത്മാവിൻ്റെ സന്തോഷമാണ്. അതവരുടെ ശരീരത്തിൽ വെളിപ്പെടും, അതവരുടെ മനസ്സിൽ വെളിപ്പെടും, അവരുടെ ആത്മാവിൽ വെളിപ്പെടും. യേശു എങ്ങനെയാണ് നമ്മുടെ ഹൃദയത്തിൽ ജനിക്കുന്നത്? നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് യേശു കർത്താവിൻ്റെ ക്രൂശ് മരണം എന്ന് പറയുന്നത് ക്രിസ്തു നമ്മൾ ജനിക്കുവാനുള്ള ദൈവം ഒരുക്കിയ അവസരമാണ്. നമ്മുടെ യശയ്യാപ്രവചനം പറയുന്നുണ്ട്, കാണുന്നുണ്ട്, വായിക്കുന്നുണ്ട്. അവൻ അതിക്രമം മുറിവേറ്റും അകൃത്യങ്ങളും തകർന്നു ഇരിക്കും, നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ അവൻ്റെ മേലായി. ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം നാം യഥാർത്ഥമായി നമുക്ക് വേണ്ടിയാണെന്ന് കണ്ട് ആ ക്രൂശ് മരണത്തിൽ താൻ സഹിച്ച അതിവേദന നമ്മുടെ ഓരോരുത്തരുടെ അതിക്രമ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനുമാണെന്ന് മനസ്സിലാക്കി ആ ക്രൂശിലെ വേദന നമ്മുടെ ഹൃദയത്തിലേക്ക് ഉൾക്കൊള്ളുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ അന്നേരം എന്ത് സംഭവിക്കണം? നമ്മുടെ പാപത്തെക്കുറിച്ച്, അതിക്രമത്തെക്കുറിച്ച്, തിന്മകളെക്കുറിച്ച് നമ്മുടെ ഹൃദയത്തിൽ ബോധമുണ്ടായി. കർത്താവ് ക്രൂശിൽ സഹിച്ച അതിവേദനയിൽ നമ്മുടെ പാപങ്ങളെക്കുറിച്ച് ഹൃദയത്തിൽ വേദനയുണ്ടായി. ദൈവസന്നിധിയിൽ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം പിതാവായ ദൈവത്തോട് അനുദപിച്ച് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് യേശുവിനായി ജീവിതത്തെ സമർപ്പിക്കുമ്പോൾ, യേശുവിനെ കർത്താവെന്ന വായ കൊണ്ട് ഏറ്റുപറഞ്ഞ് ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ യേശു നമ്മുടെ ഹൃദയത്തിൽ വരും. അതുവരെ ഹൃദയത്തെ സ്ഥാനം പിടിച്ചിരുന്ന സാത്താൻ നമ്മുടെ ഹൃദയത്തെ പുറത്തു പോവുകയും രക്ഷകനാകുന്ന ക്രിസ്തു നമ്മുടെ ഹൃദയത്തിലേക്ക് വരികയും ഇതുവരെയും അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ആത്മീയ സന്തോഷം നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരികയും ചെയ്യുന്നു. അപ്പോൾ ക്രിസ്തുവിനെ പുറത്ത് നിർത്തിയിട്ട് നമ്മുടെ ഹൃദയത്തിൽ ആ സന്തോഷം ഉണ്ടാവത്തില്ല. ക്രിസ്തുവിനെ ആ ഹൃദയത്തിലേക്ക് സ്വീകരിക്കണം. ഞാൻ വാതിൽക്കൽ വന്ന് മുട്ടുന്നു, ആരെങ്കിലും ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവനോടും കൂടി അത്താഴം കഴിക്കും. അതാണ് സന്തോഷം. അവിടെയാണ് സന്തോഷം വെളിപ്പെടുന്നത്. നമ്മുടെ സുവിശേഷത്തിൽ ക്രിസ്തു ജനിച്ചതിൻ്റെ നക്ഷത്രം കണ്ടതായ വിദ്വാൻമാർ അതിനെ അനുഗമിച്ച് ശിശുവാകുന്ന ക്രിസ്തുവിനെ കാണാൻ അമ്മയായ മറിയയോടും ജോസഫിനോടും കൂടെ കണ്ടപ്പോൾ അവർ പൊന്നെ മൂരെ കുന്തിരിക്കം വെച്ച് കാഴ്ച വെച്ച് അവനെ നമസ്കരിച്ചു. യേശു നമ്മുടെ ഹൃദയത്തിൽ ജനിച്ച് കഴിയുമ്പോൾ, യേശു നമ്മുടെ ഹൃദയത്തിൽ ഉരുവാകുമ്പോൾ നമുക്കെന്ത് യേശുവിന് മുമ്പിൽ അർപ്പിക്കാൻ കഴിയും? യേശുവിനായി നമ്മുടെ ദേഹി ആത്മാവിനെ, നമ്മുടെ ശരീരത്തെ, നമ്മുടെ ഹൃദയത്തെ
നമ്മുടെ പ്രാണനെ, നമ്മുടെ ആത്മാവിനെ യേശുവിൻ്റെ മുമ്പാകെ സമർപ്പിക്കണം. അതാണ് നമുക്ക് യഥാർത്ഥമായ നമ്മുടെ ഹൃദയത്തിലെ ക്രിസ്മസ് നമ്മെ ചലനാത്മകമാറ്റുന്നത്. ക്രിസ്തുവിനോട് എന്തു ചെയ്യണമെന്നുള്ള ഒരു മനോഭാവം നമ്മളിൽ ഉണ്ടാക്കുന്നതാണ്. നമ്മുടെ ദേഹിയും ആത്മാവും ക്രിസ്തുവിൽ അർപ്പിക്കപ്പെടുന്നു. അവിടെയാണ് നമ്മൾ ക്രിസ്തുവേശുള്ള രക്ഷയുടെ സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നത്. ക്രിസ്തുവേശുള്ള സന്തോഷം, സമാധാനം, സംതൃപ്തി അനുഭവിക്കാൻ കഴിയുന്നത്. അതിനായി താങ്കളെ ദൈവത്തിൽ സമർപ്പിക്കുമോ, ഏൽപ്പിച്ചു കൊടുക്കുമോ? ബാഹ്യമായ പ്രകടനങ്ങൾ കൊണ്ടൊന്നും സന്തോഷം, അതായത് രക്ഷയുടെ സന്തോഷം ഹൃദയത്തിൽ വരികയില്ല. ആ ദിവ്യ സമാധാനം ഹൃദയത്തിൽ വരികയില്ല. ആ ആശ്വാസം ഹൃദയത്തിൽ വരികയില്ലെന്ന് അറിഞ്ഞുകൊള്ളുക. ഇന്ന് ഈ സമയത്ത് യേശുവിനായി ഹൃദയത്തെ തുറന്നു കൊടുക്കുന്നു. യേശുവിനെ കർത്താവെന്നായി വായ് കൊണ്ട് ഏറ്റുപറഞ്ഞ് ഹൃദയത്തിൽ സ്വീകരിക്കുമോ? യേശുവിനായി ജീവിതത്തെ സമർപ്പിക്കുമോ? ഈ വചനങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ.